അജ്മീറിലെ പരിസരത്തുള്ള പരിപാടിയാണ്. പാട്ടാണോ എന്താണോ ചെയ്യുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. ഞാൻ അജ്മീറിലുള്ളൊരു പ്രമുഖമായ ദർഗ ഉണ്ട്. അപ്പോൾ ആ ദർഗയാണ് സന്ദർശിക്കാൻ പോകുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. ഇത് അജ്മീറിൽ ഞാൻ താമസിച്ച റൂം നിൽക്കുന്ന ആ ഒരു ഗല്ലിയാണിത്. അപ്പൊ ഇവിടൊക്കെ കംപ്ലീറ്റ് പഴയ ഗല്ലികളാണ്. ഈ ഗല്ലി അങ്ങനെ പോയിട്ട് ഇവിടുത്തെ മെയിൻ റോഡിലേക്ക് എത്തും. അപ്പൊ ഇവിടുത്തെ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ദർഗയുടെ ഒന്നാമത്തെ വാതിലുണ്ട്, ഒരുപാട് വാതിലുണ്ട്. അപ്പൊ ഒന്നാമത്തെ വാതിലിന്റെ അങ്ങോട്ടേക്കുള്ള ഒരു വഴിയാണ് ഈ കാണുന്ന വഴി. ഇത് നേരെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ദർഗയുടെ മെയിൻ ഒന്നാം എൻട്രൻസിലേക്ക് എത്തും. ഇതിന്റെ ഇരുവശത്തും എല്ലാവിധ കച്ചവടക്കാരുണ്ട്. കംപ്ലീറ്റ് ചമ്മയിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാ ഭാഗങ്ങളും. ഗല്ലി ഓർമ്മ വേണം നമുക്ക് ഇതിലേക്ക് വരുന്ന സമയത്ത്. ഗല്ലിയിലേക്ക് കട്ട് ചെയ്ത് നമ്മുടെ അതിന്റെ അടുത്തുള്ള കടയൊക്കെ എന്തെങ്കിലും ഓർത്ത് നോക്കണം. കാരണം കണ്ടമാനം ഗല്ലികൾ ഉള്ളതാണ്. റോട്ടിൽ റിക്ഷ ഉണ്ട്. ഇവിടെ പഞ്ചായത്ത് വേറെ പറയുന്നുണ്ട്. ഇവിടുത്തെ നാടോടികള് അങ്ങനെ മൊത്തം ഇതാണ് ഈ ദർഗയിലേക്കുള്ള മെയിൻ എൻട്രൻസ്, ഒന്നാമത്തെ വാതില്. ഈ ഒരു വാതിലിന്റെ താഴെ വരെ നമുക്ക് ചെരുപ്പിട്ട് പോവാം. അവിടുന്ന് അങ്ങോട്ടേക്ക് പിന്നെ നമുക്ക് ചെരുപ്പിടാൻ പറ്റൂല. നേരെ ചെരുപ്പ് കൈ പിടിച്ചിട്ട് അവിടെ എവിടെയെങ്കിലും വെക്കണം, അല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ട് വേണം പോവാൻ. അപ്പൊ ഞാനിപ്പോ ഇതിന്റെ അകത്തേക്ക് അറിയിക്കുന്നത്, കയറി ഉടനത്തിന്റെ ഇരുവശത്തും ഇവിടുത്തെ റോസാപ്പൂ കച്ചവടക്കാരാണ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ പോവാം. ഒക്കെ ഇവിടെ വിൽപ്പനക്ക് വെച്ചതാണ്. ഈ വലുതിന് 500 രൂപ, ഈ ചെറുതിന് 250 രൂപ. അതിന്റെ ഇടയിൽ കൂടി കുറച്ച് വൈറ്റ് കളറുള്ള പൂവും വെച്ചിട്ടുണ്ട്. ഇതിന്റെ അടിയിൽ ചെരുപ്പ് സൂക്ഷിച്ചിട്ടുണ്ടല്ലേ. ഇത് ഇവിടെ സന്ദർശനത്തിന് വരുന്നവര് ഇവിടുന്ന് പൂക്കൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ ചെരുപ്പ് ഫ്രീ ആയിട്ട് സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഈ ഒരു ഭാഗം. കാരണം ഇതിന്റെ അകത്തേക്ക് ചെരുപ്പ് കയറ്റൂല. അപ്പൊ ഓരോ കടക്കാരും ഒരു ചെരുപ്പ് സൂക്ഷിക്കാൻ ഒരു സ്ഥലം വെച്ചുകയാണ് അവർക്ക് ഫ്രീ ആയിട്ട്. ഇവിടെ ഇതേപോലെ ഈ കടനോട് ചാരിയിട്ട് ഇങ്ങനെ ഈ മരത്തിന് നമ്മള് ഇതുണ്ടല്ലോ, മുളന്റെ ആ ഒരു ഇതാണ് ഇതിന്റെ അടിയിലുള്ള പാത്രം. അതിലിങ്ങനെ നിറച്ചിട്ട് വെക്കാണ്. അതിന്റെ പുറമെ കടയിൽ ജോലി ചെയ്യുന്നവരും ഇതേപോലെ വെക്കുന്നുണ്ട്. പുറമെ കുറെ ആൾക്കാർ ആ പണിയെടുക്കുന്നുണ്ട്. മൊത്തം ചുരുക്കി പറഞ്ഞാല് റോസാപ്പൂ കൊണ്ടൊരു കളിയാണ്. ഇവിടെ ഈ ദർഗ സന്ദർശിക്കാൻ വരുന്നവര് ഇതിന് ഒരുപാട് വാതിലുകളുണ്ട്. ഈ ഒരു വാതിലിന്റെ പുറത്താണ് ഇതുള്ളത്. ആ വെള്ള കളറിലുള്ളത് ഒരു പഞ്ചാര മിഠായിയാണ്. ഇതിവിടെ സന്ദർശകർ സ്ഥിരമായിട്ട് ഇത് വാങ്ങും. പിന്നെ തൊപ്പികളുണ്ട്. അറബ് മാസം റബീഉൽ അവ്വൽ മാസത്തിലാണ് ഞാനിപ്പോ ഇവിടെ ഉള്ളത്. പിന്നെ റബീഉൽ മാസത്തിന്റെ പ്രത്യേകത പ്രവാചകൻ മുഹമ്മദ് നബി ജനിച്ചതും മരിച്ചതുമായ മാസമാണെന്നാണ് പറയപ്പെടുന്നത്.
അപ്പൊ അതിനോട് ബന്ധപ്പെട്ട് ഇവിടെ കംപ്ലീറ്റ് ഡെക്കറേഷനും പൂക്കളും ലൈറ്റും അങ്ങനെ മൊത്തം ഒരു സെറ്റപ്പാണ്. ഇത് ഒരു സ്റ്റെപ്പ് കയറി കയറി മുകൾക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ വലിയൊരു ചെമ്പുണ്ടല്ലേ, വലിയ ഇരുമ്പിന്റെ ചെമ്പ്. ഇതില് വരുന്ന ആളുകൾ പൈസ, അരി, ഗൂഗിൾ പേ ഇടാനുള്ള സാധനമാണ്. അവര് ഇതിന്റെ മുകളിൽ ഗൂഗിൾ പേൻ്റെത് വരെ ഉണ്ട്. പൈസ ഒക്കെ ഇതിലിടും. ഇതാണ് അതിനുള്ള അരി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി പലരും ഇടുന്നത് കാണാം. ഇത് ഏകദേശം പിന്നെ രാത്രി 11 മണിക്ക് ഇത് കംപ്ലീറ്റ് എടുക്കുന്നുണ്ടോ. അപ്പൊ ഒരു ദിവസം ഏകദേശം 1,00,000 മുകളിലൊക്കെ ഇവിടെ വരവുണ്ട് എന്ന് പറഞ്ഞു. ഈ ഒരു ചെമ്പില് വരുന്നത്. ഇത് കുറച്ച് ഉയരത്തിലാണ് ഇത് നിൽക്കുന്നത്. സാധാ ലെവലിലൊന്നും കുറച്ചും കൂടി ഉയരത്തിലാണ് ഉള്ളത് ഈ ഒരു ഭാഗം. നമുക്കിതില് ആളുകള് പിന്നെ പൈസ ഇടുന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്നിങ്ങനെ കാണാം. ഒരു ഇരുമ്പിന്റെ ഇതാണ് ഗൂഗിൾ പേ, പുതിയ ടെക്നോളജി. മുമ്പ് പൈസ ഇല്ലെങ്കിലും ഗൂഗിൾ പേ ചെയ്താൽ അവർ അക്കൗണ്ടിലേക്ക് അങ്ങോട്ട് കയറും. ഇതൊക്കെ ഇതിന്റെ സംഘാടകരാണ് അതിന്റെ ചുറ്റുപാടും ഇരിക്കുന്നത്. ഇപ്പൊ ഒരു സ്ത്രീ വരുന്നുണ്ട്. പുള്ളിക്കാരത്തി കുറച്ച് പൈസ അതിലേക്ക് ഇടുന്നുണ്ട്. നല്ല ഇരുമ്പിന്റെ വലിയ ചെമ്പാണ് ഈ ചെമ്പ്. ഇതേപോലെ ഇതിന്റെ ഓപ്പോസിറ്റ് വേറെ ഒന്നും കൂടി ഉണ്ട്. അത് ഞാൻ പിന്നെ കാണിക്കുന്നുണ്ട്. അവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉൾഭാഗം ഇങ്ങനെ മൊത്തം ഒന്ന് കറങ്ങി ഇങ്ങനെ കാണാം. ഞാൻ നേരത്തെ കാണിച്ച ചെമ്പുണ്ടല്ലോ, അതിന്റെ വേറൊരു ചെമ്പുണ്ട്. അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ചോറാണിത്. അങ്ങനെ അവിടെ ഉള്ളവർക്കൊക്കെ സപ്ലൈ ചെയ്യും. ഇതിവിടെ അംഗശുദ്ധി വരുത്തുന്ന ഒരു ഭാഗമാണ്. ഇവിടെ പള്ളിയുണ്ട്. അപ്പൊ ഒഴിവൊക്കെ ഉണ്ടാക്കി ഇങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ഹൗളാണ് ഈ കാണുന്നത്. അകത്ത് കയറി കഴിഞ്ഞാല് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ദർഗയിൽ ഒരുപാട് വാതിലുകളുണ്ട്. അപ്പൊ ഏത് വാതിലൂടെ നമ്മൾ കയറിയത് നമുക്ക് ഓർമ്മ വേണം. ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത് 1-ാം നമ്പർ ഗേറ്റിൽ കൂടിയാണ് വന്നിട്ടുള്ളത്. പലവിധ പരിപാടികളുണ്ട്. തലന്റെ മുകളിൽ ചൂല് വെച്ചെടുക്കുക, കയറ് കെട്ടല്, അങ്ങനെ ഒരുപാട് ആചാരങ്ങളുണ്ട് ഇവിടെ. ഇവിടെ പൊതുവെ പറയാൻ എന്താ വെച്ച് കഴിഞ്ഞാല് തല എല്ലാവരും മറക്കണം. പക്ഷെ പലരും മറിച്ചിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ്. എല്ലാ പിന്നെ ജാതി മതസ്ഥരും ഈ ഒരു ഭാഗത്തുണ്ട്. ഇവിടെ വരലുണ്ട് സന്ദർശകർ. ഇവിടെ ഉള്ളവരൊക്കെ ദിവസം വൈകുന്നേരം ഒന്ന് ഈ ഒരു ദർഗയിൽ വന്നിട്ടൊന്ന് പോവും. അത് ഓരോരോ ആചാരമായി മാറിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് കവാലി ഗാനമേള നടക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കാണാം.
भाई साहब थोड़ा सा दब के खड़े हो जाओ, अगर खड़ा ही होना है थोड़ा दब के खड़े हो जाइए। ഇവിടെയാണ് ഇവിടുത്തെ ദർഗയിലുള്ള ആളെ ഖബറുള്ളത്. അദ്ദേഹത്തിന്റെ പേരാണ് ഖാജ മൊയിനുദ്ദീൻ ചിശ്തി. അദ്ദേഹം മരിച്ചത് 1236 ഇതിന്റെ അകത്തേക്ക് അങ്ങോട്ടേക്ക് വീഡിയോ പ്രവേശനമല്ല. ഇവിടെയാണ് ഇവരെ മെയിൻ ദർഗയും ഖബർസ്ഥാനുള്ളത്. അതിന് പുറമെ ഇതിന്റെ ചുറ്റുപാടും വേറെയും കുറെ ഖബറുകളുണ്ട് ഈ ഒരു ഏരിയ കംപ്ലീറ്റ്. കാര്യമായിട്ട് ഇവിടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ തീറ്റയും. ഇവിടെ വേറെ സ്ഥലത്ത് കവാലി നടക്കുന്നുണ്ട്. ഇങ്ങനെ പല സ്ഥലത്തുണ്ട് ഇങ്ങനെ പാട്ടുപരിപാടി. 13ാം നൂറ്റാണ്ടിലെ ഒരു സൂഫി സന്യാസിയും തത്വചിന്തകനുമായിരുന്നു ഈ മൊയിനുദ്ദീൻ ചിശ്തി എന്ന് പറഞ്ഞ ആള്. ആധുനിക ഇറാനിലെ സഞ്ചാറിൽ ജനിച്ച അദ്ദേഹം സുൽത്താൻ ഇൽത്തുമിഷിന്റെ 1236 ഭരണകാലത്ത് ഈ ഡൽഹിയിലെത്തി. അതിനുശേഷം താമസിയാതെ മൊഹിനുദ്ദീൻ ഡൽഹിയിൽ നിന്ന് അജ്മീറിലേക്ക് താമസം മാറി. ആ ഘട്ടത്തിൽ പ്രശസ്ത സുന്നി ഹൻബാലി പണ്ഡിതനും മിസ്റ്റിക്കുമായ അബ്ദുള്ള അൻസാരിയുടെ രചനകൾ അദ്ദേഹം കൂടുതൽ സ്വാധീനിച്ചിട്ട് ഈ പ്രഭാഷകന്, അധ്യാപകന്, പിന്നെ ഒരുപാട് കറാമത്ത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഒരു ചരിത്രം പറയുന്നുണ്ട്. ദർഗാ കോമ്പൗണ്ടിന്റെ അകത്തേക്ക് ഒരുപാട് വാതിലുണ്ട്. ഞാൻ പറഞ്ഞില്ല, എല്ലാ എൻട്രൻസിന്റെ അവിടെ ഇതേപോലെ പൂക്കച്ചവടക്കാരും പനിനീർ പൂക്കച്ചവടക്കാരും മറ്റേ മാലാവള ഇതിന്റെ ഒക്കെ കച്ചവടക്കാരുണ്ട്. ഇതിന്റെയൊക്കെ താഴത്ത് ഒരുപാട് കബറുകളുണ്ട്. ഇതൊക്കെ ഓരോരോ ചെറിയ ചെറിയ കബറുകൾ ഇതിന്റെ അടിയിലൊക്കെ ഉണ്ട്. ഒക്കെ ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. പൂക്കളൊക്കെ ചില ആൾക്കാർ വിതറിയിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ചുരുക്കം മൊത്തം പല സ്ഥലങ്ങളിലും ഖബറുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അതിന്റെ മുകളിൽ കൂടെയാണ് ഇപ്പൊ എല്ലാവരും നടത്തോ കാര്യങ്ങളോ ഒക്കെ ഉള്ളത്. ഇതുണ്ടല്ലോ, ഇതൊരു ഖബറാണ്, ഇവിടെ ഒരു ഖബറാണ്, ഇതൊരു മരാണ്. അത്യാവശ്യം നല്ല പ്രായമുള്ളൊരു മരം തന്നെയാണ് അത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പരിസരവും ചുറ്റുപാടൊക്കെ ഉള്ളത്. കാലാവസ്ഥ അധികം വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ക്ലൈമറ്റ്, നല്ല സുഖമുള്ള ക്ലൈമറ്റ് ആണ്. ഇവിടെയും ഖബറുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഡെക്കറേഷൻ ചെയ്ത ആ ഒരു ഭാഗമാണ് പൂക്കളൊക്കെ ഉണ്ട്. ഇത് തോൽസഞ്ചിയില് വെള്ളം വെക്കുന്ന ആൾക്കാരാ. നമുക്കൊരു ഗ്ലാസ്സിന് നമുക്ക് ഒരു പൈസ കൊടുക്കണം കുടിക്കാൻ. എന്നാലും നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവര് നമുക്ക് ഒരു ഗ്ലാസ് തരും. അത് പഴയ കാലത്തുള്ള പണ്ട് ഹജ്ജിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തോൽസഞ്ചിയിൽ നിന്ന് വെള്ളം വിറ്റിരുന്നത് പറഞ്ഞവരെ. അതേപോലെ ഇവർക്ക് എന്തോ ഒരു കാര്യപ്പെട്ട പുണ്യം കിട്ടുന്നൊക്കെയാണ് അവർ പറയുന്നത്. ഞാൻ പിന്നെ ആ തോൽസഞ്ചിയിൽ വെള്ളം ഒന്നും കുടിച്ചിട്ടൊന്നുമില്ല. ചെരുപ്പ് വെച്ച് അങ്ങോട്ടേക്ക് പോവാണ്. നേരത്തെ ആ പൂക്കളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചില്ലേ, ആ ഒരു പരിസരത്താണ് ചെരുപ്പ് വെച്ചിട്ടുള്ളത്. പൂക്കളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. ഇവിടെ അദ്ദേഹം ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കടന്റെ താഴത്തിനാണ് ഞാൻ ചെരുപ്പ് വെച്ചത്. അവരെനിക്ക് വെച്ചോന്ന് പറഞ്ഞ് ഒരു സംഭവം തന്ന. സാധാരണ പൂക്കൾ വാങ്ങുന്നവർക്കുള്ളൂ അവിടെ വെക്കാൻ അനുമതിയുള്ളൂ, അല്ലാത്തവർക്ക് അവിടെ വെക്കാൻ അനുമതി ഇല്ല. അപ്പൊ ഇനി ഞാൻ ഈ ചെരുപ്പ് എടുത്തിട്ട് നേരെ അങ്ങോട്ടേക്ക് പുറത്തേക്ക് അങ്ങോട്ട് പോകണം. പുള്ളിക്കാരൻ ഇപ്പോഴും വർക്ക് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ അരിപ്രശ്നം അതാണ്. ഇവിടെയാണ് ആ പൂക്കട. ഇതിന്റെ താഴത്താണ് ഞാൻ എൻ്റെ ചെരുപ്പ് വെച്ചിട്ടുള്ളത്. ഇവരൊക്കെ ഫുൾ ടൈം വർക്ക് തന്നെയാണ്. 365 ദിവസം ഇവിടെ ഈ പൂക്കൾ സംഭവം ഉണ്ടാവും. ഞാനൊരു 2017 ഇവിടെ ഒന്ന് സന്ദർശിച്ചിരുന്നു. അന്നത്തെ അതേപോലെ തന്നെ ഇപ്പോഴും റോസാപ്പൂവിനൊന്നും ഒരു ക്ഷാമമില്ല. ഇദ്ദേഹം ഇങ്ങനെ
മോഡലാക്കി വെക്കുന്നുണ്ട്. 500 രൂപ, 250 രൂപ, ഇങ്ങനെയാണ് ഇതിന്റെ വില. അപ്പൊ ഞാൻ ഇവിടുന്ന് ചെരുപ്പ് എടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു, അപ്പൊ പള്ളീന്റെ ഭാഗത്തേക്കാണ് ഞാൻ ഇനി പോകുന്നത്. ഈ ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട്. അപ്പൊ ആ മസ്ജിദിന്റെ അങ്ങോട്ടേക്ക് പോകണം. എന്നിട്ട് അവിടുന്ന് ഇതാണ് മസ്ജിദിന്റെ കവാടം. മുറ്റം കൂടുതലാണ്. പൊതുവെ ഈ നോർത്തിലൊക്കെ അങ്ങനെയാണ്, പള്ളീന്റെ ഉൾഭാഗം കുറവായിരിക്കും, കൂടുതലും അതിന്റെ മുറ്റാണ് കൂടുതൽ ഉണ്ടാകുക. ഡൽഹി ജമാ മസ്ജിദ് കണ്ടിട്ടില്ലേ, കാശ്മീരിലെ പള്ളിയൊക്കെ അങ്ങനെയാണ്. ഇതാണ് പള്ളിയുടെ ഉൾഭാഗം. ഇപ്പൊ നമസ്കാര സമയമല്ല, ഇങ്ങനെ നീളത്തിലാണ് ഉള്ളത്. ആർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, പഴയ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇമാമ് നിൽക്കുന്ന ആ ഭാഗമാണിത്. ഇത് റൈറ്റ് ഭാഗം. ഇതൊരു ലോങ് വ്യൂ ആണ് ഈ കാണുന്നത്. ലെഫ്റ്റ് റൈറ്റും ഏകദേശം ഒരേപോലെ തന്നെ. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇനി നേരെ പുറത്തേക്ക് ഇറങ്ങാണ്. ചെരുപ്പിന്റെ കയ്യിലുണ്ട്, ഇവിടെ ഒന്നും ചെരുപ്പ് ഇടാൻ പറ്റൂല. ഇപ്പൊ ഞാന് മെയിൻ ഗേറ്റ് കടന്ന് ഒന്നാമത്തെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങിക്കുന്നു. ഇപ്പോഴും ജനങ്ങളെ തിരക്ക് കുറഞ്ഞിട്ടില്ല, നല്ല തിരക്കുണ്ട്. ആകെ മൊത്തം ചമ്മയിച്ചിട്ടുണ്ട് പുറംഭാഗം കംപ്ലീറ്റ്. റബീഉൽ അവ്വൽ മാസം ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ തിരക്കും കാര്യങ്ങളും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതിന്റെ ഒരു രാത്രി ഞാൻ പോകുന്നുണ്ട്, അപ്പൊ ഞാൻ രാത്രിയിലെ കാഴ്ചയും കാണിച്ചു തരാം. ഇത് ഒന്നാമത്തെ ഭാഗമാണ്, ഒന്നാമത്തെ ഗേറ്റിന്റെ ആ ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇവിടെയാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇവിടുത്തെ കുറച്ച് തെരുവ് കച്ചവടക്കാരെ കാണാം. ചപ്പാത്തി നമ്മളെ ചട്ടി നേരെ കമിഴ്ത്തി വെച്ചിട്ടാണ് ചുടുന്നത് ഇവിടെ. പിന്നെ നമ്മളെ ലബനാനി റൊട്ടി എന്നൊക്കെ പറഞ്ഞില്ല, അതേപോലത്തെ ഒരു റൊട്ടിയാണിത്. കൈ കൊണ്ട് അങ്ങനെ ആക്കിയിട്ട് ചുട്ടിട്ട് അങ്ങനെ അട്ടി വെക്കുന്നുണ്ട്. റുമാനി റൊട്ടി അതിന്റെ മുകളിലേക്ക് വെക്കും. ഇത് ഡൽഹിയിലും ഇത് സ്ഥിരമായിട്ടുള്ളതുണ്ട്. ഇവരെ പിന്നെ രാവിലെയും ഉച്ചക്കും രാത്രിയും ഒക്കെ ഇത് കഴിക്കുന്നൊരു സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ റുമാലിയ റൊട്ടി എന്ന് പറഞ്ഞ റൊട്ടി. ഇവിടെ നല്ല എരിവുള്ള കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല തിരക്കാണ് പൊതുവെ എല്ലാ കടകളിലും. അപ്പൊ നമുക്കിതൊക്കെ ഓരോന്നോരോന്ന് അങ്ങനെ കാണാം. സ്വീറ്റ്സ് ഷോപ്പ് ഉണ്ട്. ഇത് ബിരിയാണി ചെമ്പ് കൊണ്ടുവന്നിട്ടാണ്. किलो किलो कितना प्लेट कितना अजमेर चिकन बिरयानी स्पेशल ആണ് 100 രൂപ പ്ലേറ്റ്. ആദ്മി ഓർഡർ ഗ്യാസ് കുറ്റിയാണ് കൊണ്ടുപോകേണ്ടത്. 2 4 5 ये अच्छा है. एक में 2 करो उसमें. ഇതാണ് അജ്മീർ മുട്ടായി. നല്ല ടേസ്റ്റാണ്. ബൈ സാമ്പിൾ നെയ്യ. അപ്പൊ ഞാനൊരു കഷ്ണം അദ്ദേഹം എനിക്കിപ്പോ തരാനുള്ള പരിപാടി ഉണ്ട്. ഞാനിപ്പോ ഇനി ഒരു കഷ്ണം കഴിക്കാൻ പോവാണ്. പുള്ളിക്കാരൻ അത് പൊട്ടിച്ചിട്ട് ഇവിടെ അങ്ങനെ സാമ്പിൾ തരും. നല്ല നെയ്യിന്റെ ഒരു മണമൊക്കെ ഉള്ള ഒരു അടിപൊളി സംഭവമാണ്. അപ്പൊ ഞാൻ സാമ്പിൾ നോക്കട്ടെ. ഒരു പ്രത്യേക ടേസ്റ്റ്, ഒരു നെയ്യിന്റെ खराब है
एक रुपया दे दे बेटा, हम भी गरीब लोग तुम्हारी दुआ कर रहे दिस मटन, दिस बीफ, नो नो बनाओ ये कितना चार्ज है? इसमें 90 रुपया है, 90 रुपीस है, 100 है। 100 आप देंगे। ചില്ലറ കച്ചവടമാണ്. 90 റുപ്യാണ് ഇതിലുണ്ടാകുക. 100 റുപ്യ കൊടുക്കണം നമ്മള്. കുങ്കുമം, പിന്നെ കസ്തൂരിമാന്റെ ആ ഒരു മണമുള്ള സാധനമാണത്. പിന്നെ അയമോദകം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അങ്ങനെ പല സാധന കച്ചവടക്കാരുണ്ട്. മൊത്തം ഫുഡിന്റെ ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ്. अरबी मालूम, यस। ഇത് ഭൂരിക്കച്ചവടം, പിന്നെ മധുരമുള്ള റവ കച്ചവടമാണ്. നമുക്ക് ബാക്കി നമുക്ക് അടുത്തതിൽ കാണാം. അപ്പൊ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.